തിരുവനന്തപുരം പ്രാവച്ചമ്പലത്തിനടുത്ത് മൊട്ടമോട് എന്ന സ്ഥലത്താണ് ഇവാഞ്ചലിസ്റ്റ് അനി താമസിക്കുന്നത്. അക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനനം, സൈനിക ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശനം, സൈനിക സേവനത്തിനിടയിൽ ആരംഭിച്ച മദ്യപാനം അനിയുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് നയിച്ചു. മരണത്തോട് മല്ലടിക്കുന്ന സ്വന്തം മകന്റെ അവസ്ഥയിൽ ഒരു നാൾ കണ്ണുനീരോടുകൂടെ വിശ്വസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അത്ഭുത സൗഖ്യം അനിയുടെ കണ്ണ് തുറപ്പിച്ചു. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പ്രാവച്ചമ്പലത്തിനടുത്തുള്ള മൊട്ടമോട് എന്നിടത്താണ്. എൻ്റെ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ തികച്ചും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ തലമുറയിൽ ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ ജനിച്ച് വീണതും കണ്ടതും പഠിച്ചതും എല്ലാം ഹൈന്ദവ തത്വങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. പിന്നെ എന്നെ പ്രസവിച്ചിട്ട് 6 മാസം ആയപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് വളർത്തിയത്. അമ്മയുടെ അച്ഛനും അമ്മയും, അപ്പൂപ്പനും അമ്മൂമ്മയും, അവരും ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ എന്നെ വളർത്തിയെടുത്തത്. ക്ഷേത്രത്തിൽ പോവും. അങ്ങനെ വളർന്നു 19 വയസ്സായപ്പോൾ എനിക്ക് മിലിറ്ററിയിലൊരു ജോലി കിട്ടി. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മിലിറ്ററി ജോലി കിട്ടുന്ന സമയത്തും ഈ പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ട്, ക്രൈസ്തവർ, ഇങ്ങനെയുള്ള നമ്മളെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ പിന്നെ അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. എന്തത് ക്ഷേമേ എന്ന് പറയുന്ന ആ പാട്ടിനെ തന്നെ ഞാൻ ഒരുമാതിരി പാരഡി പാടും പോലെയൊക്കെ പാടിയിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്. അവരെ ഒരുമാതിരി ഇളിഫരാക്കാൻ വേണ്ടി. അത്രത്തോളം നമുക്ക് ഒരിക്കലും അവരുമായിട്ട് പൊരുന്നു പോകാൻ പറ്റുന്ന ഒരു അനുഭവമല്ല. അങ്ങനെ 19 വയസ്സിലായപ്പോൾ മിലിറ്ററി ജോലി കിട്ടി. മിലിറ്ററി ജോലിക്ക് കയറി. അപ്പോൾ ഈ പോകുന്ന സമയത്ത് മദ്യപാനമോ പുകവലിയോ അങ്ങനെ ഒരു ദുശീലങ്ങളുമില്ല. അപ്പോൾ ഈ സമയത്ത് എൻ്റെ അമ്മാവൻ്റെ ഭാര്യ, ശകുന്തള എന്നാണ് അവരുടെ പേര്. അപ്പം ഞങ്ങളെല്ലാം, അമ്മായി, അമ്മാവൻ, ഇവരെല്ലാം, എനിക്കൊരു മാമനേ ഉള്ളൂ, എൻ്റെ ഒരു അമ്മയുടെ ചേച്ചി. അപ്പോൾ ഈ അമ്മാവനും അമ്മായിയും ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും എല്ലാവരും ഹൈന്ദവ പശ്ചാത്തലമാണ്. അപ്പോൾ എൻ്റെ അമ്മ നല്ലൊരു മുഴു മദ്യപാനിയായിരുന്നു. ഈ അമ്മാവൻ്റെ മദ്യപാനം കൊണ്ട് ഈ അമ്മായി സഹിക്കാൻ വയ്യാതെ, അപ്പോൾ ഞങ്ങളുടെ അകന്നാലെ ഒരു വലിയമ്മ ഓലത്താന്നി, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഓലത്താന്നിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഈ മാമാവും കൂടിയും പ്രശ്നവും വീട്ടിലെന്നും ആടിയും വഴക്കും. അപ്പോൾ ഈ അമ്മായിയുടെ അടുത്ത് പറഞ്ഞ്, അവർ പേര് ശകുന്തള എന്നാണ്, എൻ്റെ മാമൻ്റെ ഭാര്യ. ശകുന്തള, നീ പള്ളിയിൽ വാ, നിനക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാമൻ്റെ ഭാര്യ ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവർക്ക് വിശ്വാസമായി. അവർ വിശ്വാസത്തിൽ വർദ്ധിച്ചു. അങ്ങനെ അവർ ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിനകത്ത് വിശ്വാസത്തിൽ വന്നത് എൻ്റെ മാമൻ്റെ ഭാര്യയാണ്. രക്ഷിക്കപ്പെട്ട് അവർ സ്നാനമേറ്റ്, പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മാമന് സ്നാനപ്പെട്ട്, അവരുടെ മൂത്ത മകൾ സ്നാനപ്പെട്ടു. അവരങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു. അപ്പോൾ അവരുടെ ഇളയ മകളെയാണ്, എൻ്റെ മാമൻ്റെ മകൾ സരിത എന്നാണ് പേര്. എൻ്റെ ഭാര്യയുടെ പേര് സരിത. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മകൻ അഭിനവ് യേസ്, അവനിപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്നു. മകൾ 10th പഠിക്കുന്ന അബിയ. അപ്പോൾ ഈ മാമൻ്റെ മകളെയാണ് ഞാൻ വിവാഹത്തിന് വേണ്ടി ആലോചിച്ചത്. അന്ന് എനിക്ക് മിലിറ്ററി ജോലിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ, അവളെ കാത് പോലും കുത്താതെ ഇവരിങ്ങനെ വളർത്തുന്ന ഒരു പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ട്, ക്രൈസ്തവ പശ്ചാത്തലത്താണ് വളർത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, എവിടെ വിവാഹം കഴിച്ച് തരണമെങ്കിൽ ഇവൾക്ക് ഓർണമെൻറ്റ്സ് കിട്ടാലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു ചെറിയൊരു എഗ്രിമെൻ്റൊക്കെ പറഞ്ഞ് അങ്ങനെ വച്ചു. പിന്നെ എൻ്റെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവിടെ ഞാൻ ചെറുതായിട്ട് മദ്യപാനം തുടങ്ങി. മദ്യപാനം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ 1ഉം 2ഉം കുടിച്ച് തുടങ്ങി. പിന്നെ ഞാൻ പോയി ഒരു 6 വർഷമായപ്പോൾ ഞാൻ ഒരു എൻട്രൻസ് എക്സാം പോലെ അതൊരു എക്സാം പാസ്സായി. പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടി. അതിൽ നല്ല ഒത്തിരി ഫെസിലിറ്റിയും ക്ലബ്ബും കുടിക്കാനൊക്കെ സാഹചര്യമൊക്കെ ലഭിക്കുന്ന ഒരവസരം എനിക്കുണ്ടായി. അങ്ങനെ അവിടുന്ന് കുടിയുടെ ആ ഒരു അളവ്, ക്വാണ്ടിറ്റി കൂടി. ഒരു ദിവസം ഏകദേശം 1 ബോട്ടിൽ റം വാങ്ങിച്ചാൽ അത് തികയാതെ വരുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെ നല്ല മദ്യപിക്കുമായിരുന്നു. നാട്ടിൽ വരുമ്പോഴും മദ്യപിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് 2 പെഗ് കുടിക്കും, ഉച്ചയ്ക്ക് കുടിക്കും, പിന്നെ രാത്രി കുടിക്കും. അങ്ങനെ നല്ലൊരു മുഴി കൂടി 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. ഇങ്ങനെ നല്ലൊരു മദ്യപാനിയായിരുന്നു നടന്ന ഈ സമയത്താണ് എൻ്റെ മാമൻ്റെ മകളുമായിട്ടുള്ള വിവാഹാലോചന നടക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും വിശ്വാസം നിൽക്കുമ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പയ്യനെ ഇവരെ മകളെ കൊണ്ട് കെട്ടിക്കാൻ നടന്ന അവരെ വിശ്വാസത്തിന് പോറിലേക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ ആ പ്രിയ മാതാവും അവരെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ദൈവഹിതം അല്ലെങ്കിൽ ഈ ബന്ധം മാറിപ്പോണമെന്നൊക്കെ അവർ പ്രാർത്ഥിച്ചു. പിന്നീടാണ് എൻ്റെ ഭാര്യ മുഖാന്തരം ഞാൻ അറിയുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു. സഭയിൽ തന്നെ പറഞ്ഞു, നീ ഇത്രയും വിശ്വാസം നിന്നിട്ട്, നീ ഇത്രയും സാക്ഷ്യം വഹിച്ചിട്ട്, നീ ഒരു
ഒരു അക്രൈസ്തവനാണല്ലോ എന്നിട്ട് മകളെ പിടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് അവർക്ക് ഒത്തിരി മാനഹാനികളും കേൾക്കേണ്ടിയൊക്കെ വന്നു. എന്നിട്ടും ദൈവഹിതമായിരുന്നു ആ വിവാഹം നടന്നു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇവളെ കൊണ്ടുവന്ന് കാതുകുത്തി ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് വിവാഹം നടന്നു. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഞാൻ പറഞ്ഞു താലി ഹാരമിടും താലി കെട്ടും എല്ലാം ഒരു പിടിവാശിയായിരുന്നു. എല്ലാം ചെയ്തു. വിവാഹം കഴിഞ്ഞു. നേരെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നേരെ പഞ്ചാബിലാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത്. പട്ടാൻകോട് എന്ന് പറയും, അവിടെ പോവുകയാണ്. കുടിക്കൊരു കുറവില്ല. ഒരു മുറിയിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് കുടിച്ച് ആനന്ദിച്ചിരിക്കും. മറ്റൊരു മുറിയിൽ നിന്ന് എൻ്റെ ഭാര്യ ബൈബിൾ വായിക്കും. പിന്നെ രാവിലെ എണീറ്റിരിക്കും പൂജയുണ്ട്. കാരണം വെച്ചാൽ രാവിലെ ഈറൻ തോർത്ത് കൊടുത്തുകൊണ്ട് സാമ്പ്രാണി തിരിയെ കത്തിച്ച് എനിക്കറിയാവുന്ന ഭാഷയിൽ നമ്മളാ രീതിയിൽ ആരാധനയും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞു എൻ്റെ അടുത്ത്, നിങ്ങൾ ഇത് സത്യദൈവം ഇതല്ല, നിങ്ങൾ മാനസാന്തരം. അന്ന് ഞാൻ അവളെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ അവളെ ഫിലോസഫിയൊക്കെ പറയുമായിരുന്നു. ഇത് ക്രിസ്തു ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, ക്രിസ്തുവും കൃഷ്ണനും ഒന്നാണ്, രാമും റഹീമും ഒന്നാണ് എന്നൊക്കെ ഞാൻ എൻ്റെ ഭാര്യയെ അങ്ങോട്ട് പറഞ്ഞ് അവളെ പറ്റിക്കുമായിരുന്നു. എനിക്കത് വാസ്തവം അറിയത്തില്ല. എന്നിട്ടും ഈ പാവം രാത്രിയും 2 മണിക്കും 3 മണിക്കും എണീറ്റിരുന്ന് അടുത്ത മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് മദ്യപാനം ഒരല്പം പോലും ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. അവൾ ഒത്തിരി പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു മദ്യപിക്കല്ലേ. ഞാൻ പറഞ്ഞു അതെല്ലാം പിന്നീട്. എന്നുവെച്ചാൽ ഇത്രയും നല്ല ഫെസിലിറ്റി ഉണ്ട്, മിലിറ്ററിയിൽ ഇത്രയും നല്ല സൗകര്യങ്ങളുണ്ട്, പിന്നെ എന്താണ് കുഴപ്പം മദ്യപിക്കാൻ? അങ്ങനെ ഞാൻ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. നല്ല കുടിക്കുവാൻ നല്ലൊരു മുഴുവൻ മദ്യപാനിയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് 2006 2005 വിവാഹം, 6 ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. അപ്പോൾ ഈ മോന് 8 മാസം പ്രായമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഈ പട്ടാൻകോട് നിന്ന് തന്നെ ഞങ്ങളൊരു ഒഫീഷ്യൽ ടൂറിന് വേണ്ടി ധരംശാല ഹിമാചൽ പ്രദേശിൽ പോവുകയാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് മോനൊരു ചെറിയൊരു വയറ്റിളക്കം. അവന് നല്ല കാണാൻ നല്ല സുന്ദരൻ നല്ല പുഷ്ടിയുള്ള കുട്ടി, ഇവന് ചെറിയൊരു വയറിളക്കം, ഒരു സാംക്രമിക രോഗം പോലെ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ കുട്ടി അവൻ്റെ ശരീരമെല്ലാം ക്ഷീണിച്ച് ഒരു ഈർക്കിൽ പരുവായി. ഇതേ സെയിം ഞങ്ങളെ ബറ്റാലിനകത്ത് ഇതേ സെയിം ഒരു അസുഖം വന്ന ഒരു കുട്ടി ഡെഡായി. അപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി, ഒരു പേടിയൊക്കെ തോന്നി. തിരിച്ച് ഞങ്ങൾ പിക്നിക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി, കട്ടുവ, ജമ്മു, അവിടെ എല്ലാം വിദഗ്ധന്മാരായ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഒരു കുറവുമില്ല കുഞ്ഞിന്. അവസാനം മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു സർദാർ ജിയാണ് ഡോക്ടർ. അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ വൈഫ് വിളിച്ചിട്ട് അവന് ഒട്ടും കുറവില്ല, പെട്ടെന്ന് പറഞ്ഞു. ഓടി യൂണിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ക്വാർട്ടേഴ്സും ഹോസ്പിറ്റലും എല്ലാം. അപ്പോൾ അവിടെ ചെന്ന ഒരു സർദാർജി ഡോക്ടർ നോക്കിയിട്ട് അവന് ഇഞ്ചക്ഷൻ എടുത്തു. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാംസം പോലുമില്ല ഇഞ്ചക്ഷൻ ചെയ്യേണ്ട, അത്രയ്ക്ക് അവൻ ഒരു അസ്ഥി പഞ്ചരം പോലെയായി. ഇവൻ കിടന്ന് കരഞ്ഞു. എൻ്റെ ആപ്പാടെ എനിക്ക് വലിയ സങ്കടം, വലിയ വിഷം, വലിയ പ്രയാസം ഉണ്ടായി. എൻ്റെ ഭാര്യയും കരയുന്നുണ്ട്. ആരെ ആശ്വസിപ്പിക്കുന്നു നമ്മളെ? എൻ്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ഞാൻ പിന്നെ ഒരു മിലിറ്ററിക്കാരെന്നുള്ള രീതിയിൽ കരയാതെയൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഈ മകനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് ആ കൂട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ 7-8 മാസമായി കുട്ടിയെ ഈ മിലിറ്ററി ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ഒത്തിരി ശകാരിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് ബോധമില്ലേ? കുട്ടിക്ക് അസുഖമല്ലേ മാറേണ്ടത്? പിന്നെ നീ എന്താണ് പറയുന്നത് വെച്ചാൽ ഒത്തിരി വഴക്ക് പറഞ്ഞില്ല, അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ്. ഇവളൊരു വാശിയിൽ എന്നെ പിടിച്ചുകൊണ്ട്, ഞങ്ങൾ അടുത്ത് തന്നെ നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു. ക്വാർട്ടേഴ്സിലേക്ക് വന്ന് 2ാമത്തെ നിലയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. അവിടെ നിന്നിട്ട് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ച്, നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, ഞാൻ എൻ്റെ അപ്പനാണ്. എനിക്ക് ആകെപ്പാടെയുള്ള ഒരു കുട്ടി, അവൻ്റെ അവസ്ഥ, അവൻ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ, ഒരു കിതപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിസ്സഹായനായ എനിക്ക്, അവിശ്വാസി പറയുന്ന ആ ക്രൈസ്തവ പശ്ചാത്തലത്തിലോ അതിലെ വിശ്വാസം അല്പം പോലും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നു. ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ യേശു എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് കൈകോർത്ത് ഈ പൈതലിനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പലരും സാക്ഷ്യം, ക്യാൻസർ മുഴ മാറി, അതുപോലെ തന്നെ രോഗസൗഖ്യം, മാരകമായ രോഗങ്ങൾ മാറി ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേട്ടുന്ന കാലത്തെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയാണ്.
ചുമ്മാ എവിടെന്നെങ്കിലും ആളറിഞ്ഞൂടാത്ത ഒരാളിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഇവന് രോഗം മാറി എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു കരിസ്മാറ്റിക്, അതായത് ഒരു പറ്റിപ്പെന്നാണ് ഞാൻ അതുവരെ കരുതുന്നത്. പക്ഷേ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയാം, 1-1.5 ആഴ്ച കൊണ്ട് വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റാത്തൊരു സൗഖ്യം, അവിടുത്തെ ഡോക്ടർമാർക്കോ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു സൗഖ്യം ഒരു പ്രാർത്ഥനയോടെ സർവശക്തനായ ദൈവം കൊടുത്തു. എൻ്റെ വിശ്വാസം എനിക്ക് നല്ല വിശ്വാസമായി. പിടിച്ചു നിർത്തിയതുപോലെ കുഞ്ഞിൻ്റെ സൗഖ്യം വന്നു. അവൻ്റെ വയറിളക്കം നിന്നു. പിന്നെ അവന് ഒരു മരുന്ന് കൊടുക്കേണ്ടതില്ല. അടുത്ത ഒരാഴ്ച കൊണ്ട് അവൻ പഴയതുപോലെ നല്ല പുഷ്ടിയുള്ള കുഞ്ഞായി മാറി. എനിക്ക് നല്ല വിശ്വാസമായി. അപ്പോൾ അന്ന് വരെ ഞാൻ അവളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പട്ടാങ്കോട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു പാസ്റ്റർ പറഞ്ഞു, ഇവിടെ പട്ടാങ്കോട് ഇതേപോലെ ചർച്ചുണ്ട്, നീ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിൽ കൊണ്ടുപോയി. പൂർണ്ണ മാനസാന്തരം എനിക്ക് അന്ന് വന്നിട്ടില്ല. എൻ്റെ കൊച്ചിന് സൗഖ്യം ലഭിച്ചു, അതിൻ്റെ വിശ്വാസം. ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി, വളരെ സന്തോഷം. പക്ഷേ കുടിക്ക് ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ കുടിക്കും. അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു മധ്യപ്രദേശിലേക്ക്, ഇറ്റാർസി. 2007 ജൂണിലാണ് ഞങ്ങൾ പോകുന്നത്. കുടിക്ക് ഒരു കുറവുമില്ല, ആര് പറഞ്ഞാലും പിന്നെയും കുടി നിർത്തൂല. ഒരു ദിവസമാണെങ്കിൽ കുടിച്ച് ബോധമില്ല എനിക്ക്. അപ്പോൾ ഈ ജമ്മുവിൽ വെച്ച് തന്നെയാണ് സംഭവം നടക്കുന്നത്. ഈ പട്ടാങ്കോട് ജമ്മു അടുത്തടുത്ത സ്റ്റേഷനാണ്. ഈ പട്ടാങ്കോട് വെച്ച് ഒരു ദിവസം രാത്രി ഞാൻ തപ്പിത്തടഞ്ഞ് എൻ്റെ റൂമിലെത്തി. പക്ഷേ അറ്റാച്ച് ബാത്റൂമല്ല, അല്പം ദൂരം ഒരു 2-3 മീറ്റർ നടന്ന് വെളിയിലിറങ്ങിയാണ് ബാത്റൂമിൽ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ 2 പട്ടാളത്തിലെ ഡ്യൂട്ടിക്ക് നിൽക്കുകയാണ്. അവന്മാർ രാത്രി മൊത്തം ഡ്യൂട്ടി. ഈ പിള്ളേരെ പിറ്റേ ദിവസം ഞാൻ ഗ്രൗണ്ടിൽ വെപ്പൻ്റെ ട്രെയിനിങ് കൊടുക്കേണ്ട പയ്യന്മാരാണ്. കൊച്ചു പിള്ളേർ, 4-5 വർഷം സർവീസായവരാണ്. അപ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കണം, എണീറ്റ് നടക്കാൻ വയ്യ. പക്ഷേ ഞാൻ എണീറ്റ് പതുക്കെ ചുവരിൽ പിടിച്ച് പിടിവിട്ട വീണ് പോവും, അത്രയ്ക്ക് ബോധമില്ല. നേരെ ടോയ്ലറ്റിൽ പോയി എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ ബെഡിൽ വന്ന് കിടന്ന്. അന്ന് രാവിലെ വെളുപ്പം കഴിഞ്ഞ് ഞാൻ നേരത്തെ എണീറ്റു. എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി, ഈ കുടി ശരിയല്ല, ഈ കുടി വിടണം. എൻ്റെ ഭാര്യ എന്നോട് പലപ്പോഴും പറയണം, എന്നാലും അതിനൊന്നും ഞാൻ കേൾക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10-15 ദിവസം കൂടി മാറ്റി വച്ചു. അപ്പോഴും കൂട്ടുകാർ വരും, അവർ പറയും, നീ സന്യാസിയാവാണെങ്കിൽ നീ നാട്ടിൽ ചെന്ന് സന്യാസിയായ മതിയായിരുന്നല്ലോ, നീ എന്തിനാണ് പട്ടാളത്തിൽ വന്നത്? പട്ടാളത്തിൽ വന്നാൽ തിന്നണം, കുടിക്കണം, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ അവന്മാരെ വാക്കിയിട്ട് വീണ്ടും കുടി തുടങ്ങി. ഇങ്ങനെ ഇത് ഒരു കണ്ടീഷൻ. ഇങ്ങനെ പല പ്രാവശ്യവും കുടിച്ച് ലക്ക് കെട്ട് എനിക്ക് എന്നെ തന്നെ പിടിക്കാതെ വരുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കുടി വിടും. പലപ്പോഴും കരുതിലുണ്ട് മദ്യപാനം ഉപേക്ഷിക്കും, ഒരിക്കലും എനിക്ക് സഹായിച്ചിട്ടില്ല. അങ്ങനെ 2007 ട്രാൻസ്ഫറായി മധ്യപ്രദേശ് വന്നു. അവിടെ ഇതേപോലെ ചർച്ചും ഒരു ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു മലയാളി, ഒരു പാസ്റ്റർ, ഒരു ബ്രദറൻ സഭയിലെ ജോഷി എന്നാണ് പേര്, അദ്ദേഹമായിട്ട് ഞങ്ങൾ കോണ്ടാക്റ്റ് കിട്ടി. ഞങ്ങൾ അവിടെ പോയി ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ കുടിക്കൊരു മാറ്റവുമില്ല, വീണ്ടും കുടിക്കും. തലേദിവസമൊക്കെ ശരിക്കും കുടിച്ചിട്ട് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ പാസ്റ്റർ തന്നെ അടുത്ത് വരണമെങ്കിൽ നല്ല മണമാണ് അടിക്കുന്നത്. അങ്ങനെ 2008 ഏപ്രിൽ മാസം 30-ാം തീയതി, പ്രിയ സഹോദരങ്ങളെ, ആരും എന്നോട് പറയാതെ, ഒരു മോട്ടിവേഷൻ സ്പീക്കറും എനിക്ക് മോട്ടിവേഷൻ തരാതെ, ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലും കൊണ്ടുപോകാതെ സർവശക്തനായ ദൈവം ഈ മദ്യപാനം എനിക്ക് പൂർണ്ണ വിടുതൽ നൽകി. 2008 ഏപ്രിൽ മാസത്തിൽ മദ്യപാനത്തിൽ നിന്നും യേശു പൂർണ്ണ വിടുതൽ നൽകി. ഇന്ന് പൊതുസ്ഥലങ്ങളിൽ, കവലകളിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് അനി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുകയാണ്. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എത്രയോ മദ്യപാനികൾ, ഒരു മദ്യപാനിയോട് ചെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, സഹോദര എന്തിനാണ് നീ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയും, എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ അവസ്ഥ ഇതായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ഈ മദ്യത്തെ ഞാൻ വെറുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു തോന്നൽ, വൈകുന്നേരമാകുമ്പോൾ കുടിക്കണമെന്നൊരു തോന്നൽ, ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ, വേറൊരു വ്യക്തിയുടെ ഇടപെടൽ, അതുകൊണ്ടാണ് ഈ മദ്യപാനം നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റുന്നത്. പക്ഷേ സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിച്ചു. 2008 ഏപ്രിൽ മാസം 30-ാം തീയതി പൂർണ്ണമായിട്ട് മദ്യപാനം വിടുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് 2024 ഞാൻ ഏകദേശം 20 വർഷം 9 മാസം മിലിറ്ററി സർവീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് സമയത്തും ഒരു മാസം 6 കുപ്പി കിട്ടും. അപ്പോൾ പലപ്പോഴും ഞാൻ വാങ്ങിച്ച് വിൽക്കുമായിരുന്നു. വാങ്ങിച്ച് കുടിക്കത്തില്ല, പക്ഷേ വാങ്ങിച്ചാൽ കൊടുത്താൽ എന്തെങ്കിലും ലാഭം കിട്ടും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇത് കുടിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനേക്കാളും വലിയ തെറ്റല്ലേ? അതും ആ തുടക്കത്തിൽ തന്നെ അങ്ങ് നിർത്തി. കൃപയാൽ
ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടവും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. മദ്യപാനവും പുകബലിയും ഒക്കെ പൂർണ്ണമായിട്ട് വിടാൻ ദൈവം കൃപ നൽകി. ഇത് 2008 ഏപ്രിൽ മാസത്തെ കാര്യമാണ്. അവിടെ നിന്ന് 2009 ഞങ്ങൾക്ക് വീണ്ടും ട്രാൻസ്ഫർ ലഭിക്കുകയാണ് രാജസ്ഥാനിലേക്ക്. എല്ലാം ദൈവിക ഇടപെടലായിരുന്നു. ആ മദ്യപാനം വിടുന്നതും എൻ്റെ സ്വഭാവത്തിൽ തന്നെ എന്തിടാന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ഭാഷ പറയുന്ന സ്വഭാവമായിരുന്നു. മിലിറ്ററി സർവീസിനകത്ത് ഏവൻ എന്ത് പറഞ്ഞാലും അപ്പോഴവനടുത്ത് വഴക്കിട്ടേ വരുള്ളൂ. ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഓർഡർ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു സീനിയർ, എത്ര സീനിയേഴ്സ് ആയിരുന്നാലും, ഞാൻ ഈ ഇറ്റാർസിൽ വെച്ച് ഒരു കേണൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കേണൽ ദാസ്, ഹീസ് ഫ്രം ബീഹാർ. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ഒത്തിരി ശകാരിച്ചു, ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട്. അതായത് നേരെ ആരും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കയറി ഉടക്കും അല്ലെങ്കിൽ വഴക്കിടും. ആ ഒരു നേച്ചറായിരുന്നു എൻ്റെ അത്. എന്ത് കേട്ടാലും ഉടൻ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. അത് നല്ല എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് ക്രമേണ ഓരോരോ പടിയായിട്ട് ദൈവം എന്നെ പണിതെടുത്തു. 2015 വരെ സർവീസ്, 15 മാർച്ച് മാസം 30-ാം തീയതി 21 വർഷം സർവീസ് ഞാൻ തന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് നേരെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചു. ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, അതിൽ ചേർന്നു. 2 മക്കൾ, മകനും മകളും ആരാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വൈഫിൻ്റെ മുൻകാലങ്ങളിൽ അവർക്ക് സൺഡേ സ്കൂളിലൊക്കെ എടുക്കാമെന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തുളസിദാസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനി നിങ്ങൾ വരണം. അദ്ദേഹം കവലപ്രസംഗക്കാരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനി ഒന്ന് വരണം, നമുക്ക് സുവിശേഷം അറിയിക്കാൻ ഞാൻ പോകുന്നുണ്ട്, നിങ്ങളും ബ്രദറും കൂടെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. എനിക്ക് 1-2 അവസരങ്ങൾ നൽകി. അങ്ങനെ കവലപ്രസംഗം തെരുവുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ വേണ്ടി സർവശക്തനായ ദൈവം എനിക്കൊരു കൃപ നൽകി. ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മിലിറ്ററി സർവീസിൽ ഏകദേശം 21 വർഷം ഈ നോർത്ത് ഈസ്റ്റ് സൈഡ് പോയിട്ട് ബാക്കിയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിൽ, പല ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ. പക്ഷേ എൻ്റെ ആ 21 വർഷത്തെക്കാട്ടിലും ഇപ്പോൾ 2025 ഒരു 10 വർഷം, 21 വർഷം ചെയ്തതിൽ മിലിറ്ററിയിൽ പല സ്ഥലങ്ങളിൽ. പക്ഷേ അതിനെക്കാട്ടിലും കർത്താവിൻ്റെ സുവിശേഷമായിട്ട് പല സ്ഥലങ്ങളിലും പോകാൻ സർവശക്തനായ ദൈവം കൃപ നൽകി. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. പക്ഷേ ഒന്നെനിക്ക് ലജ്ജയില്ല. കാരണം യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നതിന് യാതൊരു ലജ്ജയുമില്ല. കാരണം ഞാൻ വന്നൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ്. ആ ഹൈന്ദവ പുരാണങ്ങളും അതിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ അതിലെനിക്ക് ഒരു വാസ്തവം പിടികിട്ടി. അവിടെ എല്ലാം ഉണ്ടെങ്കിലും പാപമോചനമില്ല. മുക്തിക്ക് വേണ്ടിയും മോക്ഷത്തിന് വേണ്ടിയും മനുഷ്യൻ അലയുമ്പോൾ ആ യഥാർത്ഥ മോക്ഷത്തിനുള്ള വഴി തിരിച്ചറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു കൂട്ടം ജനം, ആ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വെളിച്ചമായി ഇറങ്ങി വന്ന യേശു കർത്താവ്, അവൻ മാത്രം ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു എന്ന് അറിഞ്ഞ ആ കർത്താവിൻ്റെ സുവിശേഷം അതിപ്രാഗൽഭ്യത്തോടുകൂടി വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകി. അനേക സ്ഥലങ്ങളിൽ മിലിറ്ററിയിൽ നിന്ന് വന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒരു ജോലിയുണ്ട്. ആ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ ലഭിക്കുന്ന സമയങ്ങൾ അത്രയും ഈ കർത്താവിൻ്റെ പേരിലേക്ക് വേണ്ടി സുവിശേഷമായിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ തന്നെ 1-2 ഒരു സുനിൽ ബാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മിനിസ്ട്രി നടത്തുന്നത്, നിത്യജീവൻ മിനിസ്ട്രി. അതും ഇതുപോലെ ടീമാണ്. അവർ ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ പല ടീമുകൾ, അനേക ദൈവദാസന്മാർ, അനേക ദൈവഭക്തന്മാരോട് ചേർന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ദൈവം എനിക്ക് ചെയ്ത നന്മകളെ ഓർക്കുകയാണെങ്കിൽ, എൻ്റെ അന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുടിച്ചാൽ വലിയ ദിവസം പോകത്തില്ല. കാരണം അത്രയ്ക്ക് മദ്യപാനിയായിരുന്നു. അന്നത്തെ എൻ്റെ ചരിത്രം ഒന്ന് ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മണ്ണിൻ്റെ അടിയിൽ അകത്തുള്ള സാധനങ്ങളൊന്നും കണ്ട എല്ലാം ദ്രവിച്ച് പറഞ്ഞ് എല്ലാം പോയേനെ. ആ കണ്ടീഷനായിരുന്നു കൂടി. പക്ഷെ അതിൽ നിന്നും എന്നെ മാറ്റിയെടുത്ത, എന്നെ ഒരു പുതിയൊരു വ്യക്തിയായി മാറ്റിയെടുത്ത എൻ്റെ കർത്താവിൻ്റെ പകരം വയ്പ്പാൻ നീ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. മക്കൾ, പിന്നെ ഭാര്യ, മോനും മോളും ഭാര്യയും ഞാനും. എൻ്റെ അമ്മ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ട, അത് വേറൊരു ചരിത്രമാണ്. അപ്പോൾ വീട്ടിൽ പറ്റാരുമില്ല. പിന്നെ വൈഫിൻ്റെ അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് തന്നെ നേടിയാലും, നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് തന്നെ പദവികൾ അലങ്കരിച്ചാലും,
നിങ്ങൾ ആദ്യം യേശുവിനെ അറിയണം. യേശുവില്ലാത്ത ജീവിതം ആ ഒരു വട്ടപൂജ്യമാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ തന്നെ അവരൊരു 10 വയസ്സ്, ഞാൻ പലപ്പോഴും പറയുമായിരുന്നു, മക്കളെ, ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ യേശു ക്രിസ്തു സത്യദൈവം എന്നുള്ള പൊരുൾ തിരിച്ച് തരുവാൻ വേണ്ടി എൻ്റെ അപ്പനും എന്നോട് പറഞ്ഞുവെങ്കിൽ എനിക്കറിയാവുന്ന പ്രാർത്ഥന ഞാൻ പോയി സ്നാനപ്പെടും. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 നടക്കും. ഒന്നുകിൽ യേശു കർത്താവ് വരും, അല്ലെങ്കിൽ മരിക്കും. ഇത് എപ്പോഴും സംഭവിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ മനുഷ്യനായി നമ്മളവർ അവതരിച്ചതുകൊണ്ട് ഒരർത്ഥവുമില്ല, നമ്മൾ നരകത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ 10 വയസ്സ് 12 വയസ്സായപ്പോഴേ ഞങ്ങളുടെ വീട്ടിനകത്ത് ഈ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. യേശുവിനെ നിങ്ങൾ അറിയണം. നമ്മൾ ഞങ്ങളുടെ മക്കളോട് ഇതേ പഠിപ്പിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലഭിച്ച ദർശനം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുടുംബത്തെ നേടിയ ഒരുപക്ഷെ എനിക്ക് വേറൊരാളിനെ നേടാൻ ഈ കൃപ ലഭിച്ചില്ല. വേറൊരാളെ സുവിശേഷം പറഞ്ഞ് ഈ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആ ഒരു കഴിവ് എനിക്കില്ല എങ്കിലും എൻ്റെ കുടുംബത്തെ എനിക്ക് ആദ്യം നേടണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം എനിക്കുണ്ടായി. ഞാനും എൻ്റെ ഭാര്യയും നമ്മൾ രാത്രിയും പകലും ഞങ്ങൾ ഭവനപ്രാർത്ഥന ഇരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം ഡിസ്കഷൻ ചെയ്യും. അതിനകത്ത് തന്നെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യും. മക്കളെ, ഇതാണ് സത്യദൈവം. നിങ്ങൾ കഷ്ടം വന്നാലും നിന്ന വന്നാലും ജനിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ കടന്നു പോയാലും നിങ്ങൾ യേശുവിനെ കൈവിടില്ല. കാരണം ജഡജീവിതം താൽക്കാലികം മാത്രമാണ്, നിത്യമായത് ആത്മാവിൻ്റെ നിത്യത. ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനും എൻ്റെ ഭാര്യയും അവർ തന്നെ 2022 2പേരും മോനും മോളും പറഞ്ഞു. വേറെ അവരെ ഒന്നും പ്രസ് ചെയ്തില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അവിടുത്തെ പറഞ്ഞു, മക്കളെ, ഇതാണ് യേശു ഇതിനു വേണ്ടിയാണ് വന്നത്. യേശുവില്ലാത്ത ജീവിതം പിന്നെ വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. മരിച്ചതിനപ്പുറം ഈ ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ നമുക്ക് നരകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള വാസ്തവം നമ്മൾ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും മക്കളോട് പറഞ്ഞില്ല നിങ്ങൾ സ്നാനപ്പെടും മക്കളെ എന്ന്. പക്ഷെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, പപ്പ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പോൾ 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് 2020 സ്നാനപ്പെട്ടു. ഇന്ന് നമുക്ക് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബമായി തന്നെ ദേശത്ത് പാർക്കുന്നുണ്ട്. കർത്താവിനോടുള്ള എന്നുമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ സാക്ഷ്യം സൂക്ഷിപ്പാൻ ദൈവമേ കൃപ തരണം. എത്രയോ ഭക്തന്മാർ, എത്രയോ അഭിഷേകത്തിൽ നിന്ന വ്യക്തികൾ ഈ വിശ്വാസ പോർക്കളത്തിൽ താളടിയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രശംസിക്കുവാൻ വേണ്ടി ഒന്നുമില്ല. അന്ത്യത്തോളം കഷ്ടം വന്നാലും ഞെരുക്കം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും രോഗം വന്നാലും നിന്ദകൾ വന്നാലും പരിഹാസം വന്നാലും നിൽക്കാൻ കൃപ നൽകണമേ. പാർക്കുന്ന ദേശത്ത് ഒരു സാക്ഷ്യം സൂക്ഷിപ്പാൻ, യേശുവിൻ്റെ സാക്ഷ്യം, യേശു കർത്താവിൻ്റെ സാക്ഷ്യം സൂക്ഷിപ്പാൻ ദൈവമേ ഞങ്ങൾ കൃപ നൽകണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുപോലെ തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുവാൻ ദൈവം കൃപ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്യവും എനിക്ക് ദൈവം തന്ന ഒരു മുഖ്യമായ ശുശ്രൂഷയാണ് പരസ്യയോഗം, കവലപ്രസംഗം. ഒരു ഓഡിയൻസും വേണ്ട, ഏത് കവലയെന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചും കാൽവരി കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മഹത്വം വിളിച്ചറിയിപ്പാൻ ദൈവം കൃപ തരുന്നുണ്ട്. ഓപ്പൺ എയർ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഇതിനിടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ജീവിതത്തിനകത്ത് രോഗങ്ങൾ, കഷ്ടം, നിന്ദത, പരിഹാസം, ജീവിതം തകർന്നു പോകുന്ന അവസ്ഥകൾ വന്നു. അവിടെയെല്ലാം ആ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട് നിൽപ്പാൻ ദൈവം കൃപ നൽകി. ഇത്രയും ഇതുവരെയുള്ള ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഇടാൻ വേണ്ടി ഒന്നുമില്ല, ഒരു യോഗ്യതയുമില്ല. ആ നടത്തിയനായ ദൈവത്തിന് ഉള്ള നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. അവശേഷിക്കുന്ന ജീവിതം അത്രയും ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദേശത്ത് ഉത്തമ സാക്ഷ്യം വഹിച്ച് കുടുംബത്തിനകത്ത് നല്ലൊരു അപ്പനായി ലഭിക്കുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്ന മാറ്റത്തിൻ്റെ സുവിശേഷം അനിയുടെ ജീവിതരേഖയെ മാറ്റിയെഴുതിയതുപോലെ ഇന്നും 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം വിടുതലിൻ്റെ സന്ദേശമായി അനേക ഹൃദയങ്ങളിൽ വീണ്ടും പ്രകാശിക്കട്ടെ. യേശു